ഇങ്ങനെ ജനങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ട ക്രമസമാധാനം അങ്ങ് തകരാറിലാവും. ഓ പിന്നെ അപ്പൊ പോലീസ് നിഷ്ക്രിയമായിട്ട് നിൽക്കും. അപ്പോൾ പ്രശ്നം അറിയാമോ, എതിർ പാർട്ടിക്കാർ നിന്നെ എടുത്തിട്ട് ചാമ്പ്യല്ലേ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അവിടെ മല മറിക്കാണ്. അല്ല അത് നീ എന്ത് വർത്താനം ഇവ പറഞ്ഞത്? ക്ലീറ്റോനെ ആരെങ്കിലും വന്ന് തല്ലിക്കൊന്നാലും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യാനാ, ജന ഇടപെടല്ലേ. പിന്നെ ക്ലീറ്റോനെ തല്ലിക്കൊല്ലാഞ്ഞു വരട്ട്. ഇതാ ഇത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടാ. ശരിയാക്കുക ഇവിടെ ശരിയാക്കുക. അവിടുത്തെ കഥ വളയിരിക്കണ്ട. അത് നീ വേറെ മേശരി വിളിച്ച് പൈസ കൊടുത്ത് ശരിയാക്കിയാൽ മതി. പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പിന്നെ നീ പോലീസ് വഴി രാജിവെക്ക്. എടി ഇത് പറഞ്ഞതറിയാമോ, നമ്മൾ ഈ സ്വാതന്ത്ര്യം, എല്ലാവരും സ്വാതന്ത്ര്യം വേണം, അവകാശം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കും. സ്വാതന്ത്ര്യം കൊടുക്കാം ആവശ്യത്തിന്, അതിനപ്പുറത്തേക്ക് ആയോണ്ടല്ലേ കയ്യിൽ നിന്ന് പോവും. എല്ലാം അങ്ങനെ തന്നെ. പോലീസുകാർക്ക് അവരുടെ ഉത്തരവാദിത്തമാണ്, അവർ ഡ്യൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ മേൽ കുതിര കയറിയാൽ ജനങ്ങൾക്ക് പ്രതികരിക്കും. സൈ കിടുമ്പം പണ്ട് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ സ്വാതന്ത്ര്യം കിട്ടിയത്? ബ്രിട്ടീഷുകാരെ സൈ കെട്ടിട്ടല്ലേ കയറി അങ്ങോട്ട് വലിച്ച് സ്വാതന്ത്ര്യം മേടിച്ചത്. എന്നിട്ടെന്തായി നിങ്ങൾ രാഷ്ട്രീയക്കാരാക്കി? എന്ത് രാഷ്ട്രീയക്കാരാക്കണ കാര്യമൊന്നും പറയാം. നിങ്ങൾ രാഷ്ട്രീയക്കാരെ മറ്റേ കളിപ്പാവുകളാണ്. ഇവർ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് നീങ്ങും, അങ്ങോട്ട് ഞങ്ങളുടെ ഗതികേട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബോധമുള്ളവനായിരിക്കണം നയിക്കേണ്ടത്. ബോധമില്ലാത്ത നയിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ബോധം പറഞ്ഞവരെ നമുക്ക് കാത്തിരിക്കാം. ഞാൻ ഇത്തിരി പണിയുണ്ട്. ബോധം പറഞ്ഞാൽ ചുറ്റിലോട്ട് തലയ്ക്ക് 2 എണ്ണം കൊടു സ്വന്തമായിട്ട്. പിന്നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ. ഇത് പ്രശ്നമുണ്ട് അടയ്ക്കാൻ. ആ പ്രശ്നമുണ്ട്, അടയ്ക്കാനല്ല നിനക്ക്. ഇതിട്ട് ഞാൻ ഒരെണ്ണം തലയ്ക്ക് തരും കേട്ടാ. ക്ലീറ്റോ, അയ്യോ അത് മറന്നുപോയി. ക്ലീറ്റോ ഫോൺ അടിക്കുന്നു. ആ കുളിമുറിയുടെ നിന്നു. നിനക്ക് എടുത്തുടായിരുന്നടി. അത് കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് എന്തിനാന്ന് ചോദിച്ചോണ്ടാണ് വഴക്കിട്ടത്. ഓരോ സമയത്ത് ഓരോ കൂറ. രമേശ് ആര് പറഞ്ഞു? നമ്മളവിടെ 4 പേര് നിന്നിട്ട് ഈ പറഞ്ഞ നമ്മൾ എന്തെങ്കിലും കഴിച്ചോ, നിങ്ങൾ എപ്പോഴാ വന്നത്, എങ്ങനെ എന്താ ചെയ്യേണ്ടത്, വെള്ളം വല്ലതും ചോദിച്ചില്ലല്ലോ. അല്ല ഞാനാണേ പറഞ്ഞേ, ഞാൻ ചോദിക്കുന്നത് നോക്കി ചേടി. ചുമ്മാ അത് പിന്നെ കനകങ്ങള് പ്ലേറ്റ് എടുത്തില്ല, ഇല്ല ആന്റി എറിഞ്ഞ്. ഇതിന്റെ കുഴപ്പം എവിടെയാ? എന്തോന്നടാ ഇത്? നിനക്ക് എന്തിന്റെ സൂക്കേടാ സംസാരിക്കാനും? നിനക്ക് വെളിയിൽ ആരുടെയും ദേഷ്യം ഉണ്ടെങ്കിൽ നീ അവളുടെ തീർക്കാനുള്ളത് എന്താ നീ കാണിക്കണത്? അങ്ങനല്ല, ഞാൻ ഒരു പുല്ലും പറയണ്ട. ഇതിപ്പോ എവളെ ഞാൻ എന്തെങ്കിലും ചെയ്താലേ നിനക്ക് എന്റെ വേദന മനസ്സിലാവുള്ളൂ. ഇങ്ങനെ കിടന്ന് അവനോട് തർക്കിക്കണേ എന്ത് കാര്യത്തിനാ? അവൻ ഇതുവരെ അങ്ങനെ ഒരു കൈബന്ധം പറ്റിയിട്ടില്ല. ഇതെന്തോ അബദ്ധത്തിൽ തുടങ്ങിയവള് ന്യായീകരിക്കാം. തുടങ്ങി പറഞ്ഞ മനസ്സിലാവും എനിക്ക്. ഇതെന്റെ ഭാര്യയാണ്, ഞാൻ എന്ത് ചെയ്യും? എന്താ ഇപ്പൊ എന്ത് നിനക്ക്? എന്റെ ഭാര്യയാണ്, ഞാൻ പലതും ചെയ്യും. ചവിട്ടി കൂട്ട് ഏട്ടനെ അറിയാതെ എറിഞ്ഞതാ. ഏട്ടൻ ഈ പാത്രം എടുത്ത് പുറത്തോട്ട് എറിഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്ന് കൊണ്ടതാ. അതിനെന്തിനാ മനഃപൂർവ്വം ചേച്ചിയുടെ തോളത്തിട്ട് അടിച്ചത്? ഓ അങ്ങനെ അല്ലേടി. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എല്ലാം കൂടെ വന്നപ്പോ നിങ്ങൾ സെറ്റായി, ഞാൻ ഒറ്റയായി. ഇവിടെ ഇങ്ങനെ എന്നടി ഞാൻ എന്ത് ചെയ്താലും കുഴപ്പക്കാരൻ. കാരണം എനിക്ക് മാസം ശമ്പളം ഇല്ലല്ലോ. ഞാൻ ഒരു മുന്നും പറയണ്ട. എനിക്കറിയാം ഇവിടെ എല്ലാരും കൂടെ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എപ്പോഴും ക്ലൈമാക്സ് വരുമ്പോ ഞാൻ കൊള്ളൂരാത്ത തന്നെ എനിക്കറിയാം. മതി മതി, നിങ്ങൾ എനിക്ക് എല്ലാരെയും മനസ്സിലായിടി. നീ ഇത് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. നീ കൂടെ നിൽക്കുന്നു വിചാരിച്ചില്ലേ ക്ലീറ്റോ ഇപ്പൊ നിന്റെ കാര്യം ചോദിച്ചത്? ആ പാവത്തിന് നീ നിന്നെ ഒറ്റപ്പെടുത്തിയത്? ആരും ഒറ്റപ്പെടുത്തി? അങ്ങനെയാണെങ്കിൽ ചേച്ചിയാ ക്ലീറ്റോ ചേട്ടനെ ഒറ്റപ്പെടുത്തിയത്. ചേച്ചി എന്തിനാ ഏട്ടന്റെ കൂടെ നിന്നത്? സ്വന്തം ഭർത്താവിന്റെ കൂടെ നിൽക്കാറുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ ഞാനായി തെറ്റുകാരി. നീ തന്നെയാണ് തെറ്റുകാരി. ഒന്ന് കാണണല്ലോ. ചേച്ചിനെ അടിച്ച് വെളിയിലാക്കിയാ ചേച്ചിക്ക് താഴത്തോട്ട് പോവാം. പാതാളത്തിലോട്ട്